ഒരു ദിവസം യേശു തൻ്റെ ശിഷ്യന്മാരോടൊപ്പം യൂദയ ദേശത്തു നിന്ന് ഗലീലയിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു. ആ യാത്രയിൽ അവർ സമരിയ ദേശത്തിലൂടെ പോകേണ്ടി വന്നു. അങ്ങനെ അവർ സീഖാർ എന്ന ഗ്രാമത്തിന് സമീപമെത്തി. അവിടെ പുരാതന കാലം മുതൽ അറിയപ്പെട്ടിരുന്ന യാക്കോബിൻ്റെ കിണറുണ്ടായിരുന്നു. ദീർഘദൂരം നടന്നതുകൊണ്ട് യേശു ക്ഷീണിച്ചിരുന്നു. അതുകൊണ്ട് അവൻ കിണറ്റിൻ്റെ അരികിലിരുന്ന് വിശ്രമിച്ചു. അവൻ്റെ ശിഷ്യന്മാർ ഭക്ഷണം വാങ്ങാൻ ഗ്രാമത്തിലേക്ക് പോയിരുന്നു. അപ്പോൾ ഒരു സമരിയാക്കാരി സ്ത്രീ വെള്ളമെടുക്കാൻ കിണറ്റിനരികിലെത്തി. ആ കാലത്ത് യഹൂദന്മാരും സമരിയാക്കാരും തമ്മിൽ നല്ല ബന്ധമുണ്ടായിരുന്നില്ല. സമരിയാക്കാർ മറ്റു ജാതികളുമായി കലർന്നവരാണെന്ന് കരുതി യഹൂദന്മാർ അവരെ താഴ്ന്നവരായി കണ്ടിരുന്നു. അതുകൊണ്ട് അവർ തമ്മിൽ സംസാരിക്കാറ് പോലുമില്ലായിരുന്നു. എന്നാൽ യേശു അവളോട് പറഞ്ഞു, എനിക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം തരാമോ? അത് കേട്ട് ആ സ്ത്രീ അതിശയിച്ചു. അവൾ ചോദിച്ചു, റബ്ബേ, നീ ഒരു യഹൂദൻ, ഞാനൊരു സമരിയാക്കാരി സ്ത്രീ, എങ്ങനെ എന്നോട് വെള്ളം ചോദിക്കുന്നു? അപ്പോൾ യേശു പറഞ്ഞു, നിന്നോട് വെള്ളം ചോദിക്കുന്നത് ആരാണെന്ന് നിനക്കറിയാമായിരുന്നെങ്കിൽ നീ എന്നോട് ജലത്തിനായി ഇങ്ങോട്ട് ചോദിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ നിനക്ക് നിത്യജീവന്റെ ജലം നൽകുമായിരുന്നു. പക്ഷെ ആ സ്ത്രീക്ക് യേശു പറഞ്ഞത് മനസ്സിലായില്ല. അവൾ പറഞ്ഞു, റബ്ബി, ഈ കിണർ വളരെ ആഴമുള്ളതാണ്. നിനക്ക് വെള്ളമെടുക്കാൻ പാത്രം പോലുമില്ല. അപ്പോൾ നീ ആ ജലം എവിടെ നിന്ന് നൽകും? അവൾ വീണ്ടും ചോദിച്ചു, ഞങ്ങളുടെ പിതാവായ യാക്കോബ് തന്നെയാണ് ഈ കിണർ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. അവനും അവൻ്റെ മക്കളും ഈ കിണറിൽ നിന്നാണ് വെള്ളം കുടിച്ചത്. റബ്ബേ, നീ അവനേക്കാൾ വലിയവനാണോ? അപ്പോൾ യേശു പറഞ്ഞു, ഈ കിണറിലെ വെള്ളം കുടിച്ചാൽ വീണ്ടും ദാഹിക്കും. പക്ഷേ ഞാൻ നൽകുന്ന ജലം കുടിക്കുന്നവന് ഒരിക്കലും ദാഹിക്കില്ല. ഞാൻ നൽകുന്ന ജലം അവൻ്റെ ഉള്ളിൽ നിത്യജീവനിലേക്ക് ഒഴുകുന്ന ഒരു ഉറവയായി മാറും. അത് കേട്ടപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, റബ്ബേ, ആ ജലം എനിക്കും തരൂ, അപ്പോൾ എനിക്ക് വീണ്ടും ദാഹിക്കേണ്ടി വരില്ലല്ലോ. അപ്പോൾ യേശു അവളോട് പറഞ്ഞു, പോയി നിന്റെ ഭർത്താവിനെ വിളിച്ചു കൊണ്ടുവരൂ. ആ സ്ത്രീ പറഞ്ഞു, എനിക്ക് ഭർത്താവില്ല. അപ്പോൾ യേശു പറഞ്ഞു, നീ പറഞ്ഞത് ശരിയാണ്. നിനക്ക് മുമ്പ് 5 ഭർത്താക്കന്മാരുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നിന്നോടൊപ്പം കഴിയുന്നവൻ നിന്റെ ഭർത്താവല്ല. ഇത് കേട്ടപ്പോൾ ആ സ്ത്രീ കൂടുതലായി അതിശയിച്ചു. കാരണം മറ്റാർക്കും അറിയാത്ത അവളുടെ സ്വകാര്യ ജീവിതത്തിലെ കാര്യങ്ങൾ പോലും യേശു അവളുടെ മുൻപിൽ വെളിപ്പെടുത്തുകയായിരുന്നു. ആ സ്ത്രീയെക്കുറിച്ച് ഗ്രാമവാസികളുടെ ഇടയിൽ നല്ല അഭിപ്രായം ഉണ്ടായിരുന്നില്ല. അവൾ 5 വിവാഹങ്ങൾ കഴിച്ചിരുന്നെങ്കിലും അവയിൽ ഒന്നും നിലനിന്നില്ല. ഓരോ ബന്ധവും എങ്ങനെയൊക്കെയോ അവസാനിച്ചു. ഇപ്പോൾ അവളുടെ കൂടെ ജീവിക്കുന്ന മനുഷ്യനും അവളുടെ ഭർത്താവല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഗ്രാമവാസികളിൽ പലരും അവളെ നല്ല സ്ത്രീയായി കണക്കാക്കിയിരുന്നില്ല. പലരും അവളെ ഒഴിവാക്കി നടക്കുമായിരുന്നു. മറ്റു സ്ത്രീകൾ സാധാരണയായി രാവിലെയോ വൈകുന്നേരമോ കിണറ്റിലേക്ക് വെള്ളം എടുക്കാൻ വരും. അപ്പോൾ അവിടെ സംസാരവും ചിരിയും നിറഞ്ഞിരിക്കും. പക്ഷേ ആ സ്ത്രീ പലപ്പോഴും ഉച്ചയുടെ കടുത്ത ചൂടിൽ ഒറ്റയ്ക്കാണ് വെള്ളമെടുക്കാൻ വരാറുണ്ടായിരുന്നത്. കാരണം ആ സമയത്ത് മറ്റാരും അവിടെ വരാറില്ല. അങ്ങനെ മറ്റുള്ളവരുടെ നോട്ടങ്ങളിൽ നിന്നും വാക്കുകളിൽ നിന്നും ഒഴിവായി ജീവിക്കാനായിരുന്നു അവളുടെ ശ്രമം. പക്ഷെ അന്ന് ആ കിണറ്റിന്റെ അരികിൽ അവളുടെ ജീവിതം മുഴുവൻ അറിയുന്ന ഒരാളെ അവൾ കണ്ടു. അതുകൊണ്ടാണ് അവൾ പറഞ്ഞത്, റബ്ബേ, നീ ഒരു പ്രവാചകനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പിന്നീട് അവൾ ചോദിച്ചു, ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിൽ ദൈവത്തെ ആരാധിച്ചു. പക്ഷെ നിങ്ങൾ പറയുന്നു ദൈവത്തെ ആരാധിക്കേണ്ട സ്ഥലം ജെറുസലേമാണെന്ന്. അപ്പോൾ യേശു പറഞ്ഞു, ദൈവം ഒരു സ്ഥലത്തോട് മാത്രം ബന്ധപ്പെട്ട് നിൽക്കുന്നവനല്ല, അവൻ ആത്മാവാണ്. അതുകൊണ്ട് ദൈവത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും അവനെ ആരാധിക്കണം. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, മിശിഹ വരുമെന്ന് ഞാൻ അറിയുന്നു. അവൻ വന്നാൽ എല്ലാം ഞങ്ങളോട് വ്യക്തമാക്കും. അപ്പോൾ യേശു അവളോട് പറഞ്ഞു, നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെയാണ് ആ മിശിഹ. അത് കേട്ടപ്പോൾ ആ സ്ത്രീ തൻ്റെ വെള്ളക്കുടം അവിടെ തന്നെ വെച്ച് ഗ്രാമത്തിലേക്ക് ഓടിപ്പോയി. അവൾ ഗ്രാമത്തിലുള്ള ആളുകളോട് പറഞ്ഞു, വരൂ,
ഞാൻ ചെയ്ത എല്ലാം പറഞ്ഞ ഒരാളെ ഞാൻ കണ്ടു. അവൻ തന്നെ ആയിരിക്കുമോ മിശിഹ? അത് കേട്ട് ഗ്രാമത്തിലെ പലരും യേശുവിനെ കാണാനെത്തി. അവർ യേശുവിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ അവനിൽ വിശ്വസിച്ചു. അപ്പോൾ അവർ ആ സ്ത്രീയോട് പറഞ്ഞു, ഇനി ഞങ്ങൾ വിശ്വസിക്കുന്നത് നിന്റെ വാക്കുകൾ കൊണ്ട് മാത്രമല്ല, ഞങ്ങൾ തന്നെയാണ് അവൻ്റെ വാക്കുകൾ കേട്ടത്. ഇവൻ സത്യമായി ലോകത്തിൻ്റെ രക്ഷകനാണ്.